Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ways to improve patient satisfaction എന്ന് പറയുന്ന ഭാഗത്ത് 8 creative ways to increase patient satisfaction അത് കംപ്ലീറ്റ് ആയിരുന്നു. ഡെവലപ്പർ അക്കൗണ്ട് ജസ്റ്റ് മിസ് ഒന്ന് പറഞ്ഞു വെച്ചിരുന്നു അല്ലെ? ജസ്റ്റ് അത് പറഞ്ഞില്ലേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിരുന്നോ ഡെവലപ്പർ അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ? ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ശരി ശരി. ഇപ്പൊ ഡെവലപ്പ് സപ്പോർട്ട് എന്ന് പറഞ്ഞാല് ഒരു നല്ലൊരു വ്യക്തിപരമായ ഒരു ബന്ധം പേഷ്യൻസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നോക്കിയേ, ഫിയർ ഓഫൻ ഗെറ്റ്സ് ഇൻ ദ വേ ഓഫ് എ പേഷ്യൻസ് എബിലിറ്റി ടു റിറ്റൈൻ ഇമ്പോർട്ടന്റ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ വിച്ച് ഇൻക്ലൂഡ് സെൽഫ് കെയർ ഇൻസ്ട്രക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇപ്പോ പേഷ്യൻസിന് അവരുടെ സ്വന്തമായിട്ടുള്ള ക്ലിനിക്കൽ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവര് തുറന്നു പറയാനായിട്ട് പല പ്രശ്നങ്ങളെ കുറിച്ച് തുറന്നു പറയാനായിട്ട് കുറച്ചൊരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു നേരിട്ട് പറയാനുള്ള ഒരു കഴിവ്, ചിലപ്പോൾ ഒരു ഭയം ഉണ്ടായേക്കാം. സോ അത്തരത്തിലപ്പോ അവർ സ്വയമേ എന്തായിരിക്കും സെൽഫ് കെയർ ഇൻസ്ട്രക്ഷൻ, സ്വയം പരിചരണങ്ങളായിരിക്കും കൂടുതലും അവർ എന്ത് ചെയ്യുന്നത്, ഓപ്റ്റ് ചെയ്യുന്നത്. സോ അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീഷണേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് പ്രാക്ടീഷണേഴ്സ് who spend a few minutes engaging with patient before starting their clinical treatment help set up a sense of trust with their patient. അപ്പൊ പ്രാക്ടീഷണേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ആ ഒരു പേഷ്യൻസുമായിട്ട് ക്ലിനിക്കൽ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവരുമായിട്ട് കുറച്ച് മിനിറ്റ്സ് അവരോടൊന്ന് എൻഗേജ്ഡ് ആക്കാം. ആ എൻഗേജ്ഡ് ആക്കി അവരിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ പേഷ്യൻസിൽ ഈ ഒരു പ്രാക്ടീഷനോട് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും by reducing their patients fear early on, അപ്പൊ ആദ്യമേ തന്നെ ആ ഒരു പേഷ്യൻസിലുള്ള ഭയങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റുകയും ചെയ്യുക. Then these healthcare professionals make sure that their patients are strengthened with the information they require to take charge of their own health. അപ്പൊ ഇങ്ങനെ ഇതിലൂടെ നമുക്ക് പേഷ്യൻസിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താനും അതിലൂടെ അവർക്ക് എല്ലാ ഇൻഫർമേഷനും തുറന്നു പറയാനും അവരുടെ ഭയങ്ങളൊക്കെ മാറ്റി അവരുടെ ആ ഒരു ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങള് അവര് ഇവരോട് ഷെയർ ചെയ്യുമ്പോൾ ഇവരതിൽ എന്താ സ്വയം ഹെൽത്ത്, അതായത് അതിലുള്ള എല്ലാ ഓണർഷിപ്പും
അതിനുള്ള ചാർജ് ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ എന്താണെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളോട് തുറന്ന് പറയും എന്ന രീതിയിൽ പേഷ്യൻസിൽ നിന്ന് സ്ട്രെങ്തൻ ചെയ്ത് അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എപ്പോഴും ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നല്ലൊരു ബന്ധം ഒരു പ്രാക്ടീഷണർ ഉണ്ടാക്കിയെടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവരുടെ ആ ഒരു പേടിയും കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഭയവും കാര്യങ്ങളും ഒക്കെ മാറ്റുന്നതിന് വേണ്ടി അവരുമായിട്ട് കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്ത് കുറച്ച് സമയം അവരോട് ആ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് സ്പെൻഡ് ചെയ്യുക, അവരിൽ നിന്ന് ആ ഭയമൊക്കെ മാറ്റി അവരെ കുറച്ചും കൂടി ശക്തിപ്പെടുത്തി അവർക്കുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും അവരിൽ ഒരു വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഡെവലപ്പ് റാപ്പോർഡ് എന്ന് പറയുന്ന കാര്യം. ക്ലിയർ ആണോ? ഡെവലപ്പ് റാപ്പോർഡ് മനസ്സിലായോ? ഓക്കെ, ശരി. ദെൻ അടുത്തത് മേക്ക് ഇറ്റ് പേഴ്സണൽ, അതായത് ഇത് വ്യക്തിഗതമാക്കുക എന്നുള്ളത്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ who try to keep eye contact with their patient rather than vaguely look at computer screens and chart, display their dedication to the patient. അപ്പൊ നോക്കിയേ, നമുക്ക് അറിയാം ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പേഷ്യൻസ് നമ്മുടെ മുഖത്ത് പോലും നോക്കാറില്ല, ഡോക്ടേഴ്സ് നമ്മുടെ മുഖത്ത് പോലും നോക്കാറില്ല അല്ലെ. നമ്മൾ ചെയ്യുന്നു, വന്നിരിക്കും എന്ന് പറയുന്നു, അതിനുശേഷം നമ്മളോട് കാര്യങ്ങൾ പറയാനാ പറയാ. അവര് നേരെ ചാർട്ടിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ ഒക്കെ നോക്കി ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്, ശരിയല്ലേ? അപ്പൊ ഇവിടെ ഒരിക്കലും അങ്ങനെയുള്ള ഒരു രീതി ഫോളോ ചെയ്യരുതെന്നാണ് പറയുന്നത്. മേക്ക് ഇറ്റ് പേഴ്സണൽ, അതായത് അവർക്ക് കുറച്ചുകൂടി വ്യക്തിപരമായ രീതിയിൽ ട്രീറ്റ്മെന്റുകൾ വ്യക്തിഗതമാക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എപ്പോഴും ഒരു പേഷ്യൻസുമായിട്ട് നല്ലൊരു ഐ കോണ്ടാക്ട് നിലനിർത്തുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഐ കോണ്ടാക്ട് നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ അവ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നു, നോക്കുന്നു, അതിനുശേഷം അവർ ആ ചാർട്ടിലേക്ക് നോക്കുന്നു അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കുന്നു, അവരുടെ ആ ഒരു അത്രയും കാര്യങ്ങൾ കാണിക്കുമ്പോൾ പേഷ്യൻസിന് എന്താ ഫീൽ ചെയ്യാം? അവരെ മൈൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ അവരുടെ അത്ര സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നല്ലേ നമുക്ക് ഫീൽ ചെയ്യാം, അല്ലെ? സോ അത് ഒഴിവാക്കിക്കൊണ്ട് പേഷ്യൻസുമായിട്ട് നല്ലൊരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഇവിടെ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം. ഇതിലൂടെ അങ്ങനെ ഒരു ഐ കോണ്ടാക്ട് നമ്മൾ എപ്പോഴും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ മെയിൻറ്റെയിൻ ചെയ്താൽ ഡിസ്പ്ലേ ദെയർ ഡെഡിക്കേഷൻ ടു ദ പേഷ്യന്റ്, അല്ലെ? അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ പേഷ്യൻസിനോട് ആ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അല്ലെങ്കിൽ ആ ഡോക്ടറിന് അത്രയധികം ഡെഡിക്കേഷൻ ഉണ്ട്, അല്ലെ? അത്രയധികം ഒരു അർപ്പണ മനോഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? പറ്റില്ലേ? അങ്ങനെ ഒരു ബോധം നമുക്ക് പേഷ്യൻസിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? പറ്റും, അല്ലെ? സം പ്രാക്ടീഷണർ മേ സെലക്ട് ടു ഹാവ് എ മെഡിക്കൽ സ്ക്രൈബ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചില ഡോക്ടേഴ്സിന്റെ റൂമിൽ മെഡിക്കൽ സ്ക്രൈബുകൾ ഇരിപ്പുണ്ടാവും, കണ്ടിട്ടുണ്ടോ? ഡോക്ടേഴ്സ് പറയുന്ന പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ സ്ക്രൈബുകൾ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇല്ലേ? അങ്ങനെ ഒരു കോഴ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. മെഡിക്കൽ സ്ക്രൈബിംഗ് കോഴ്സുകൾ പഠിച്ചിട്ടുള്ള ആളുകൾ ഇരിപ്പുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ അവിടെ ചില പ്രാക്ടീഷണേഴ്സ് ഇങ്ങനെയുള്ള മെഡിക്കൽ സ്ക്രൈബുകളെ അവരുടെ റൂമിൽ ഉൾപ്പെടുത്താറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദിസ് വെരി റീസൺ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് വിച്ച് അലോ ദം ടു, അപ്പൊ അവിടെ ഡോക്ടർ കുറച്ചുകൂടി ഫ്രീ ആണ്, അല്ലെ? ഡോക്ടർ തന്നെ അവിടെ പ്രിസ്ക്രിപ്ഷൻ എന്താണെന്ന് എഴുതുകയും വേണ്ട, ആ മെഡിസിൻസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ആരെ എഴുതിക്കോളും? മെഡിക്കൽ സ്ക്രൈബുകൾ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിക്കോളും, ചെയ്യല്ലേ? അപ്പൊ ഡോക്ടർക്ക് കുറച്ചുകൂടി സമയം കിട്ടാല്ലേ പേഷ്യൻസിനോടുള്ള ആ ഒരു ഐ കോണ്ടാക്ട് നിലനിർത്താനായിട്ട്, ഇതില്ലേ? അപ്പൊ നോക്കിയേ, some practitioner may select to have a medical scribe in the room for this very reason, which allow them to listen with their eyes while the scribe take notes. അപ്പൊ അവിടെ സ്ക്രൈബ് ആണ് ആ ഒരു നോട്ട്സും കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, എഴുതുന്നതും നോക്കുന്നതും. അപ്പൊ ഡോക്ടർ ജസ്റ്റ് പറയലും അയാളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നോട്ട് ചെയ്യാനായിട്ട് പറയുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാത്ത സമയങ്ങളില് ഡോക്ടർ എപ്പോഴും ഈ ഒരു പേഷ്യന്റുമായിട്ട് നല്ലൊരു ഐ കോണ്ടാക്ട് നിലനിർത്താനും അവരെ കണ്ണിൽ നോക്കി സംസാരിക്കാനും കേൾക്കാനും എന്ത് ചെയ്യാം, ആ ഡോക്ടറിനൊക്കെ ഒരു സമയമുണ്ട്. ഡോക്ടർ കുഞ്ഞിരുന്ന് ആ ചാർട്ടിൽ എഴുതോ സ്ക്രീനിൽ രേഖപ്പെടുത്തുകയൊന്നും വേണ്ട. അപ്പൊ അത്തരം ഫെസിലിറ്റീസ് എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. സെയിം പേഷ്യൻസ് നെയിം, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് നമ്മളോട് പേര് വിളിച്ച് സംസാരിക്കാം. ഇപ്പൊ ഓരോ പേഷ്യന്റിന്റെയും പേരെന്താണോ ആ പേര് വിളിച്ച് നമ്മളോട് സംസാരിക്കാം. ചില ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട്, അല്ലെ? അപ്പൊ ഇന്ന പേഷ്യന്റ് വരൂ, ഇന്ന പേഷ്യന്റ് നമ്മുടെ പേര് പറഞ്ഞിട്ട് പറയൂ എന്താണ് എന്ന് ചോദിക്കും, അല്ലെ? ചോദിക്കാറില്ലേ ചില ഡോക്ടേഴ്സ്? നമ്മുടെ പേര് വിളിച്ചിട്ട് സംസാരിക്കാറില്ലേ? അതുപോലെ അപ്പൊ നമുക്ക് എന്താണ്, കുറച്ചുകൂടി ഇൻഡിവിജ്വലൈസ്ഡ് ആണ്, അല്ലെ? വ്യക്തിഗതമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും, അല്ലെ? ലൈക്ക് ദസ്, അതുപോലെ തന്നെ നമ്മുടെ പേര് വിളിച്ച് നമ്മളോട് സംസാരിക്കുന്നു. അതോടൊപ്പം ലൈക്ക് ദസ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട് മാറ്റേഴ്സ് ടു യു,
നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അല്ലെ, എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് നമ്മളോട് ശാന്തമായിട്ട് നമ്മുടെ കണ്ണിൽ നോക്കിയും നമ്മുടെ ശ്രദ്ധാപൂർവവും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി വ്യക്തിപരമാക്കാൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് വ്യക്തിഗതമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ടോ? അതാണ് ഇവിടെ മേക്ക് ഇറ്റ് പേഴ്സണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് വ്യക്തിഗതമാക്കുക എന്ന് പറയുമ്പോൾ പേഷ്യൻസുമായിട്ട് നല്ലൊരു ഐ കോണ്ടാക്ട് നിലനിർത്തുക, അവര് പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യുക, അല്ലാതെ സ്ക്രീനിലേക്കോ കമ്പ്യൂട്ടർ ചാറ്റിലേക്കോ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ അതിലൂടെ അങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു കോണ്ടാക്ട് അവരുമായിട്ട് വെക്കാതിരിക്കുക. അപ്പൊ അങ്ങനെ നല്ലൊരു ഐ കോണ്ടാക്ട് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഡോക്ടറിന് ആ പേഷ്യന്റിനോടുള്ള ഒരു ഡെഡിക്കേഷൻ ആണ് നമുക്ക് അതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് മിക്ക പ്രാക്ടീഷണേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, അവരുടെ റൂമിൽ മെഡിക്കൽ സ്ക്രൈബുകളെ ഇരുത്താറുണ്ട്. മെഡിക്കൽ സ്ക്രൈബ് ആയിരിക്കും സാധാരണയായിട്ട് നോട്ട്സും കാര്യങ്ങളും എഴുതുന്നത്. ക്ലിയർ ആണോ? അത് മേക്ക് ഇറ്റ് പേഴ്സണൽ ഓക്കെ അല്ലേ? അടുത്തത് എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. പേഷ്യൻസിനെ ബോധവൽക്കരിക്കുക എന്നുള്ളത്. റിസീവിംഗ് എ ന്യൂ ഡയഗ്നോസിസ് ഓർ ആൻ അപ്ഡേറ്റ് ടു ആൻ എക്സിസ്റ്റിംഗ് വൺ ക്യാൻ ബി ഫിയർസം. അപ്പൊ നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും രോഗനിർണയം നടത്തി, അതുപോലെ തന്നെ ഓൾറെഡി ഉള്ള രോഗങ്ങൾ കൂടാതെ എന്തെങ്കിലും പുതിയതായിട്ട് അതിന്റെ അപ്ഡേഷൻസോ കാര്യങ്ങളോ, എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒരു സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ വന്നു. ഇത്തരം കാര്യങ്ങള് വരിക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളില് ഒരു ഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഭയം ജനിപ്പിക്കുന്ന കാര്യമാണ് അല്ലെ. പുതിയൊരു രോഗം നിർണ്ണയിക്കുക, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്നതിന്റെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളുമായിട്ട് വേറെ എന്തെങ്കിലും വരിക എന്ന് പറയുന്നത് നമുക്കൊരു പേടി ഉണ്ടാക്കുന്ന കാര്യമല്ലേ ഏതൊരു പേഷ്യന്റിനും അല്ലെ. അപ്പൊ അങ്ങനെ പേടി ഉണ്ടാക്കുമ്പോൾ ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് എന്ത് പറയാറുണ്ട്, കുറെ അധികം മെഡിക്കൽ ലാംഗ്വേജുകൾ യൂസ് ചെയ്ത് പറയാണ്, നിങ്ങൾക്ക് ഇന്നൊരു അസുഖമാണ്, നിങ്ങൾക്ക് ഇന്നൊരു കണ്ടീഷനാണ് എന്ന് നമുക്ക് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവാറുണ്ടോ? മനസ്സിലാവോ? രോഗത്തിന്റെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെഡിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞ് നമുക്ക് കുറെ പേർക്കും ഭൂരിഭാഗം പേർക്കും മനസ്സിലാവില്ല അല്ലെ. നിങ്ങൾക്ക് മനസ്സിലാവോ അവർ പറയണതെല്ലാം? മനസ്സിലാവില്ല, കാരണം നമുക്ക് ആ ലാംഗ്വേജ് ഇത്ര ഫെമിലിയർ അല്ല, അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത് അല്ലെ. അപ്പൊ എപ്പോഴും പേഷ്യൻസിന് ഇത്തരത്തിൽ അവരുടെ പേടിയും ഭയവും ഒക്കെ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? use non-medical language. Alright, teach that method help improve communication and increase a patient's grasping of their health condition. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നോൺ മെഡിക്കൽ ലാംഗ്വേജുകൾ അവരോട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇവരുടെ മെഡിക്കൽ പരമായ ലാംഗ്വേജ് അവർക്കറിയില്ല. അപ്പൊ അതേസമയം ഇപ്പൊ ഒരു മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന് മനസ്സിലാക്കാൻ അറിയോ? ഇല്ല അല്ലെ. അപ്പൊ അവരെന്തോ വലിയ അസുഖമാണെന്ന് വിചാരിക്കാം, ശരിയല്ലേ? സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ വേറെ എന്തോ വലിയ അസുഖമാണ് എനിക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഭയക്കും അല്ലെ. അതേസമയം നിങ്ങൾക്ക് ഒരു ഹാർട്ട് അറ്റാക്കിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ന പേഷ്യന്റിന് ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ഒരു മൈനർ അറ്റാക്ക് ആണ് എന്ന് പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ലളിതമായി അല്ലെ. അപ്പൊ അത്തരത്തില് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള നോൺ മെഡിക്കൽ ലാംഗ്വേജുകൾ നോൺ മെഡിക്കൽ ലാംഗ്വേജുകൾ ഉപയോഗിക്കുകയും അതിലൂടെ ആ ഒരു ആശയവിനിമയം അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുമ്പോൾ പേഷ്യൻസിന് പെട്ടെന്ന് അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ എളുപ്പത്തിൽ പറ്റും അല്ലെ. അവരുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാനും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജുകളിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. Then providing patient with written documentation that they can take home with them is also important and will help further lessen feeling of confusion and unease. അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള റിട്ടൺ ഡോക്യുമെന്റ് ഒക്കെ നൽകുക. അപ്പൊ അവർക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫീലിങ്സ് ഓഫ് കൺഫ്യൂഷൻ, ഈ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ റിട്ടൺ ഡോക്യുമെന്റ് വായിക്കുമ്പോൾ അവർക്ക് എന്ത് മനസ്സിലാവും, ഇത് ഇന്ന രോഗമാണ്, അത് ഇന്ന കാരണം കൊണ്ട് വന്നതാണെന്നുള്ള രീതിയിലുള്ള റിട്ടൺ ഡോക്യുമെന്റ് അവർക്ക് പേഷ്യൻസിന് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക, വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ generate a positive patient experience by teaching the patient about their health and how to mature it. അതുപോലെ തന്നെ പേഷ്യൻസിനെ എന്ത് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസ് കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന് അവരുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക.
നല്ല രീതിയിൽ ഇന്ന രോഗമാണ്, നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല, നമുക്ക് ഇന്ന കാര്യങ്ങൾ എന്താ ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽസ് എന്നാ പറഞ്ഞു തരാറുണ്ട്. ചില ഹോസ്പിറ്റലുകാരും ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു തരാറുണ്ട് അല്ലെ, നിങ്ങൾ ഇതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഫോളോ ചെയ്ത് കൃത്യമായി നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര മാസത്തിനുള്ളിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അവർ കുറച്ചും കൂടി ധൈര്യം തരാറില്ലേ? തരാറുണ്ടോ? മിക്ക ഡോക്ടേഴ്സും ചെയ്യാറുള്ള ഒരു കാര്യമാണ്. സോ അങ്ങനെ പേഷ്യൻസിനോട് എന്ത് ചെയ്യുക, അവരോട് നല്ല രീതിയിൽ സംസാരിക്കുകയും അവർക്ക് നല്ലൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് കൊടുക്കുന്ന രീതിയിൽ അവർക്ക് നല്ല രീതിയിലുള്ള ടീച്ചിങ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ നടത്തുക. അവരുടെ ഹെൽത്ത് എന്താണ്, അവരുടെ ഹെൽത്ത് അവർ ആ ഹെൽത്തുമായി ബന്ധപ്പെട്ട അവരുടെ ആ ഒരു അവസ്ഥ എന്താണ്, രോഗാവസ്ഥ എന്താണ്, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകളോ അല്ലെങ്കിൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് ആ രോഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഹൗ ടു മെച്യൂർ എന്താണ് ഒരു വളരെ മെച്യൂർ ആയിട്ടുള്ള പക്വതയോടുകൂടി ഈ ഒരു രോഗത്തെ കൈകാര്യം ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. അതുപോലെ ഹെൽപ്പിംഗ് ദ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദിയർ ബോഡി വർക്ക്സ്, അതുപോലെ തന്നെ അവരുടെ ബോഡി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. വൈ മേക്കിംഗ് സർട്ടൻ ചോയ്സസ് ക്യാൻ എൻഹാൻസ് ഓർ ഇനി നമ്മൾ എടുക്കുന്ന പുതിയ ചോയ്സുകൾ നമ്മുടെ ബോഡിയുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ ചിലത് നല്ല മികച്ചതാക്കാം, ചിലത് കുറയ്ക്കുകയും ചെയ്യാം, ഹെൽത്തിന്റെ ആ ഒരു കണ്ടീഷനെ കുറയ്ക്കുകയും ചെയ്യാം. From their health gives them informed agency over their bodies. അപ്പൊ നമ്മുടെ ശരീരം, അപ്പൊ ഓരോ പേഷ്യന്റിന്റെയും ബോഡിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ബോഡി പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് അല്ലെ. എല്ലാവർക്കും ഒരേ ഹെൽത്ത് കണ്ടീഷൻ അല്ല, എല്ലാവരുടെയും ഒരേ ബോഡി നേച്ചർ അല്ല. സോ അത്തരത്തിൽ അവരുടെ ബോഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്, അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ അതിലൂടെ അവർ വളരെ ശരിയായ ചോയ്സ് മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. അല്ല എങ്കിൽ ചില പേഷ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ഒരു മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരാൾ പറയുമ്പോൾ അടുത്തതിലേക്ക് പോകും അല്ലെ. നമ്മുടെ വീട്ടിലമ്മമാരൊക്കെ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ. കുറച്ച് നാളൊരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും, അത് കഴിഞ്ഞിട്ട് അത് കുറവില്ല അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് പെട്ടെന്ന് മാറുന്നില്ല എന്നാകുമ്പോൾ അടുത്ത ഡോക്ടർ എടുത്തോ അല്ലെങ്കിൽ അടുത്ത രീതിയിലുള്ള മെത്തേഡിലേക്ക് തിരിയും അല്ലെ. സോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ അത് എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് ചേരുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡിയെ കുറിച്ചും ഹെൽത്തിനെ കുറിച്ചും വ്യക്തമായിട്ടൊരു അറിവ് ആ പേഷ്യൻസിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അടുത്തത്. അപ്പൊ അതിലൂടെ നമ്മുടെ ബോഡി എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മൾ എടുക്കുന്ന ഓരോ പുതിയ ചോയ്സും നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ്സ് വരുത്തുന്നതാണോ, അതോ മോശമായ രീതിയിൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ഇൻഫർമേഷൻസ് പേഷ്യൻസിന് നൽകുക. അതുപോലെ they feel like the hospital is their partner in health instead of another person telling them what they should be doing differently. അതുപോലെ തന്നെ അവർക്ക് എന്ത് ഫീലിംഗ് വരണം, ഹോസ്പിറ്റൽ എപ്പോഴും അവരുടെ ഹെൽത്തിന്റെ പാർട്ട്ണർ ആണ്, പങ്കാളിയാണെന്നുള്ളൊരു ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു അനുഭവം അവർക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിലൂടെ അവരുടെ എന്ത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും അവർ ഈ പാർട്ട്നേഴ്സിനോടായിരിക്കും സംസാരിക്കുക. അപ്പൊ അവരുടെ പാർട്ട്ണർ ആരാ, ആ ഹോസ്പിറ്റലുകാരാണ് അല്ലെ. അപ്പൊ ആ ഹോസ്പിറ്റലിനോട് സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ കേൾക്കാൻ നിൽക്കാതെ ഈ ഹോസ്പിറ്റലാണ് അവരുടെ ആ ഒരു ഹെൽത്ത് പാർട്ട്ണർ എന്ന് പറയുന്നത്. സോ ഹോസ്പിറ്റലിനെ സമീപിക്കുകയും കൃത്യമായ ട്രീറ്റ്മെന്റുകളും അഡ്വൈസുകളും സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ് എന്ന് പറയുന്നതിൽ അവരുടെ ഭയങ്ങൾ, പുതിയൊരു രോഗനിർണയം നടത്തുമ്പോഴോ ഓൾറെഡി ഉണ്ടായിരുന്ന രോഗത്തെ മാറാതെ ഇരിക്കുമ്പോഴോ അത്തരം കാര്യങ്ങൾ അവർക്കൊരു ഭയം സൃഷ്ടിക്കുന്ന പുതിയ പുതിയ ടേംസോ കാര്യങ്ങൾ വരുമ്പോൾ അവർക്കൊരു ഭയം ഉണ്ടായേക്കാം. സോ അത്തരം ഭയങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടി അവരുമായിട്ട് നല്ലൊരു നോൺ മെഡിക്കൽ ലാംഗ്വേജുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിലൂടെ പേഷ്യൻസിന് പെട്ടെന്ന് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, പേഷ്യൻസ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് പ്രൊവൈഡ് ചെയ്യുകയും അതിലൂടെ അവരുടെ ആ ഒരു അവ്യക്തതയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒക്കെ കുറയ്ക്കാനും പറ്റും. അതുപോലെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പേഷ്യൻസിനോട് അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയും അത് പക്വതയോടുകൂടി അതിനെ പെരുമാറാനായിട്ട് അവരെ പഠിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ബോഡി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അവരുടെ ഓരോ ചോയ്സുകളും ആ ഒരു ബോഡിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നല്ല മെച്ചപ്പെടുത്തലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നത് തിരിച്ചറിയാനുള്ളൊരു അവബോധം കൂടി അവർക്ക് ഉണ്ടാക്കി നൽകുക. അതുപോലെ പേഷ്യൻസിന് എപ്പോഴും ഹോസ്പിറ്റൽ അവരുടെ ഹെൽത്ത് പാർട്ട്ണർ ആണെന്നുള്ളൊരു ഫീലിംഗും അവരിൽ ഉണ്ടാക്കിയെടുക്കുക. ക്ലിയർ ആണോ? എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ അടുത്തതാണ് എൻഷുവർ ക്ലീനിനെസ്. എന്താണ്?
ശുചിത്വം ഉറപ്പാക്കുക എന്നുള്ളത്. നോക്കിയേ, നോ പേഷ്യന്റ് നീഡ് ടു റിസീവ് കെയർ ഇൻ എ സിറ്റുവേഷൻ ദാറ്റ് ഡസന്റ് ഫീൽ സേഫ് ആൻഡ് സാനിറ്ററി. നമുക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു കെയർ എടുക്കണമെങ്കിൽ, പരിചരണം സ്വീകരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ആദ്യം ചെല്ലുമ്പോൾ നോക്കുന്നത് ആ ഹോസ്പിറ്റലിലെ വൃത്തിയും പ്രവർത്തനം, ആ ഒരു എന്താണ് എൻവയോൺമെന്റ് ആണ് അല്ലെ. നമ്മൾ ആദ്യം പോകുമ്പോൾ നോക്കുന്ന കാര്യമല്ലേ ഇത്? വൃത്തിയുണ്ടോ, നമ്മൾ സേഫ് ആണോ, ശുചിത്വം പാലിക്കുന്നുണ്ടോ നോക്കാറില്ലേ? അപ്പൊ അങ്ങനെ ഒരു വൃത്തിയോ അല്ലെങ്കിൽ ഒരു സേഫ്റ്റിയോ സാനിറ്റേഷൻ അല്ലെങ്കിൽ ശുചിത്വം ഒന്നും പാലിക്കാത്ത ഒരു ഹോസ്പിറ്റലിൽ സാഹചര്യത്തിൽ നിന്നും കെയർ സ്വീകരിക്കുക, ഈ പരിചരണം സ്വീകരിക്കുക എന്നൊരു പേഷ്യന്റ് ആവശ്യപ്പെടുന്ന കാര്യമാണോ? അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് താല്പര്യമുള്ള കാര്യമാണോ? സേഫ് അല്ല, സാനിറ്റേഷനോ വൃത്തിയും ശുചിത്വം ഒന്നുമില്ല, പാലിക്കാത്ത സുരക്ഷിതമല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ നിന്ന് കെയർ ഏതെങ്കിലും പേഷ്യൻസ് സ്വീകരിക്കോ? നമ്മളാണെങ്കിൽ സ്വീകരിക്കോ? ഇല്ല അല്ലെ. നമുക്ക് അതിനോട് ഭയങ്കര എന്താണ് ഒരു ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു മടുപ്പ് ഫീൽ ചെയ്യും അല്ലെ. അതേസമയം അപ്പൊ അവിടെ എൻഷുവർ ക്ലീൻനെസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൃത്തിയും ശുചിത്വവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഏതൊരു ഏരിയയിലാണെങ്കിലും ആ ഒരു സ്ഥാപനത്തിന്റെ എല്ലാ ഏരിയയിലും കേട്ടോ, പ്രാക്ടീസിംഗ് സാനിറ്റേഷൻ ഇൻ ഓൾ ഏരിയാസ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം ദ വെയിറ്റിംഗ് റൂം ടു ദ ഫിസിഷ്യൻ ഓഫീസ് ഹെൽപ് സേഫ് ഗാർഡ് പേഷ്യൻസ് ആൻഡ് പുട്ട് ദം അറ്റ് ഈസ്. അപ്പൊ ഇവിടെ പ്രാക്ടീസിംഗ് സാനിറ്റേഷൻ, ശുചിത്വം, വൃത്തിയും ശുചിത്വവും ആ ഒരു സ്ഥാപനത്തിന്റെ എല്ലാ ഏരിയയിലും ഉറപ്പുവരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വെയിറ്റിംഗ് റൂം മുതല് പേഷ്യൻസിന്റെ, അതായത് പേഷ്യൻസ് വരുന്നത് മുതല് വരുന്ന ഓരോ ഇടത്തേക്കും പോകുന്നത് വരെ ആ ഒരു വെയിറ്റിംഗ് റൂം മുതൽ ഫിസിഷ്യൻസ് ഓഫീസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ഏരിയയിലും ആ ഒരു വൃത്തിയും ശുചിത്വവും നിർബന്ധമായിട്ട് പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇതിലൂടെ അത് ആ പേഷ്യൻസിനെ സുരക്ഷിതമാക്കാനും അവരുടെ രോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാനും കുറയ്ക്കാനും ഇതിലൂടെ സാധ്യപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവരെ സുഖപ്പെടുത്താനും ഒക്കെ നമുക്ക് ഈ ഒരു വൃത്തിയും ശുചിത്വവും ഒക്കെ കീപ്പ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ എൻഷുവർ ക്ലീൻനെസ് അല്ലേ? ഓക്കെ അല്ലേ? ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാന്നുകൊണ്ടാണ് മിസ് റിപ്പീറ്റ് ചെയ്ത് പറയാറുള്ളത്. അടുത്തതാണ് അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റം. അതായത് കാലഹരണപ്പെട്ട സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യുക, നവീകരിക്കുക. നോക്കിയേ, when it comes to improving the patient experience, upgrading outdated internal system is important. അപ്പൊ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക, അതായത് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മികച്ചതാക്കണമെങ്കിൽ നമ്മുടെ കാലഹരണപ്പെട്ട പഴയ സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഴയ ഇന്റേണൽ സംവിധാനങ്ങളൊക്കെ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ നവീകരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലൂടെ നമുക്ക് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യാൻ പറ്റും, മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഇവൻ സ്മോൾ അപ്ഡേറ്റ് ടു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് പ്ലാറ്റ്ഫോമുകളിലെ ചെറിയ ചെറിയ അപ്ഡേഷൻസ് അല്ലെങ്കിൽ നവീകരണങ്ങൾ വരുത്തുക. വെയിറ്റിംഗ് റൂമുമായി ബന്ധപ്പെട്ട നവീകരണങ്ങൾ വരുത്തുക. സൈനേജ് ആൻഡ് സിസ്റ്റംസ്, വാർണിംഗ് ബോർഡുകള്, സൈൻ ബോർഡുകള്, മറ്റ് സംവിധാനങ്ങളിലൊക്കെ ചെറിയ ചെറിയ രീതിയിലാണെങ്കിൽ പോലുമുള്ള നവീകരണങ്ങൾ വരുത്തുക. ആ നഴ്സ് കോൾ ബട്ടനുമായി ബന്ധപ്പെട്ട് ഹാവ് എ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഓൺ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഴയ ഹോസ്പിറ്റലിൽ പോയി അതേ രീതി തന്നെ ഫോളോ ചെയ്താൽ നമുക്ക് ഇഷ്ടാവോ? ഇല്ല അല്ലെ. ഇപ്പൊ എല്ലാത്തിലും കുറെ അധികം ഔട്ട്ഡേഷൻസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നുണ്ട് ഹോസ്പിറ്റലുകാർ അല്ലെ. ഇവിടെ എപ്പോഴും പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ, അവരുടെ എക്സ്പീരിയൻസ് മികച്ചതാക്കണമെങ്കിൽ, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ, സാറ്റിസ്ഫാക്ഷനെ മികച്ചതാക്കി കൊണ്ടുവരണമെങ്കിൽ അവിടെ പഴയ സംവിധാനങ്ങളും രീതികളും ഒക്കെ മാറ്റി, അതിപ്പോ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ, മീറ്റിംഗ് റൂമുമായി ബന്ധപ്പെട്ട്, സൈനേജുകളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, മറ്റ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, നഴ്സിംഗ് കോൾ ബട്ടനുകളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഇവയുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായിട്ടുള്ള നവീകരണങ്ങൾ വരുത്തുന്നതിലൂടെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസും സാറ്റിസ്ഫാക്ഷനും നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റംസ് ഓക്കെ ആണോ? ഓക്കെ, വേഗം അവിടെ വരെ ഒന്ന് നോക്കിയേ, അത്രയും വരെ ഒന്ന് നോക്കാം കേട്ടോ. അപ്ഗ്രേഡ് സിസ്റ്റംസ്, എൻഷുവർ ക്ലീൻനെസ്, എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്, മേക്ക് ഇറ്റ് പേഴ്സണൽ, ഡെവലപ്പ് റാപ്പോർഡ്. ഇത്രയും നോക്കിയിട്ട് ഒന്ന് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വായിച്ച് ചെയ്യുമെന്ന് റിപ്ലൈ ചെയ്യണേ.
കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യാട്ടോ. ഓക്കെ ആണോ? പോവാലോ. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ബി പങ്ക്ച്വൽ. എന്താണ്? വളരെ പങ്ക്ച്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു സമയക്രമം പാലിക്കുക എന്നുള്ളത്. പങ്ക്ച്വാലിറ്റി റിവീൽസ് എ പ്രാക്ടീഷണേഴ്സ് റെസ്പെക്ട് ഫോർ പേഷ്യന്റ് ബിസി ഷെഡ്യൂൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ഹോസ്പിറ്റൽ നമ്മുടെ ഡോക്ടേഴ്സിന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടായിരിക്കും ഡോക്ടർ വരാം. അപ്പൊ നമ്മളോട് പറയും, നമ്മൾ ചോദിക്കും അല്ലെ, എത്ര മണിയാകുമ്പോൾ ഡോക്ടർ കൺസൾട്ടേഷന് വേണ്ടി വന്നിരിക്കും, ചോദിക്കാറില്ലേ നമ്മള്? അപ്പൊ അവര് പറയാണ് 10 മണി. 10 മണി തുടങ്ങി ഡോക്ടർ ഒപിയിൽ ഉണ്ടാവും, അപ്പൊ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു പറയും. അങ്ങനെ പറഞ്ഞാൽ പോലും ചില സമയങ്ങളിൽ ഡോക്ടേഴ്സ് ഒരുപാട് വൈകി വരാറില്ലേ? 10 മണി പറഞ്ഞാലും ചിലപ്പോ 10:30 ആവും സ്റ്റാർട്ടിങ് കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെ? അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ എപ്പോഴും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ പാലിക്കേണ്ടത് ഒരു എന്താണ്? പങ്ക്ച്വാലിറ്റി പാലിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പേഷ്യൻസിന്റെ ബിസി ഷെഡ്യൂൾ, അപ്പൊ ഒരു ഡോക്ടർ പങ്ക്ച്വാലിറ്റി പാലിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ആ പേഷ്യന്റിനും ബിസി ഷെഡ്യൂളാണ്. നമുക്കും ആവശ്യങ്ങളുണ്ട്, അല്ലെ? നമ്മുടെ പേഷ്യന്റ് ആണെങ്കിലും നമുക്കും ബിസിയാണ്, അല്ലെ? നമ്മൾക്കും ആ ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാല് practitioner respect for the patient busy schedule. എന്താണ്? പേഷ്യൻസിന്റെ ആ ഒരു ബിസി ഷെഡ്യൂളിനെ റെസ്പെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ബഹുമാനിക്കുകയാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കൃത്യസമയത്ത് ഡോക്ടേഴ്സ് വളരെ പങ്ക്ച്വൽ ആയിട്ട് കൃത്യസമയത്ത് ആ ഒരു പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. വളരെ ടൈംലി മാനറിൽ തന്നെ എല്ലാ അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളും അനുസൃതമായിട്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിലൂടെ ആ പേഷ്യൻസിന്റെ ബിസി ഷെഡ്യൂളിനെ റെസ്പെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ബഹുമാനിക്കുകയാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. And if an organization find it difficult to see patients in a timely manner, അപ്പൊ ഇപ്പൊ ഒരു ഓർഗനൈസേഷന് സമയബന്ധിതമായിട്ട് കൃത്യമായിട്ട് സമയങ്ങളില് പേഷ്യൻസിനെ നോക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടാണ് എന്നുള്ളത് എന്ത് ചെയ്യണം? They may require to examine their scheduling process and of staffing needs. അവര് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് സമയബന്ധിതമായിട്ട് പേഷ്യൻസിനെ നോക്കാൻ പറ്റുന്നില്ല എങ്കിൽ അപ്പൊ അവിടെ എന്ത് പരിശോധിക്കണം? ആ ഷെഡ്യൂളിംഗ് പ്രോസസ്സ് കൃത്യമായിട്ടാണോ നടത്തിയിരിക്കുന്നത്, അല്ലെ? 1 മണിക്കൂറിൽ ഇത്ര പേഷ്യൻസിനെ നമുക്ക് നോക്കാൻ പറ്റുള്ളുന്നുണ്ട്, അല്ലെ? അല്ലാതെ ഒരുപാട് പേഷ്യൻസിനെ അവിടെ കൊണ്ടുവന്ന് വെച്ച് ആ കൃത്യസമയത്തിനുള്ളിൽ അതിനെ നോക്കി കൺസൾട്ട് ചെയ്ത് തീരുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂളിംഗ് പ്രോസസ്സ് അവിടെ നടന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ മതിയായ സ്റ്റാഫുകൾ അവിടെ ഉണ്ടോ? ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ആ ഒരു ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം? പരിശോധിച്ച് ഉറപ്പിക്കേണ്ട കാര്യമാണ്. അങ്ങനെ പരിശോധിച്ചുറപ്പിച്ച് അവിടെ എന്തെങ്കിലും കുറവുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫിംഗ് ഷെഡ്യൂളുകൾ പ്രോപ്പർ ആക്കുക, ആവശ്യമായ സ്റ്റാഫുകളെ അവിടെ നിയമിക്കുക. അതിലൂടെ കൃത്യമായ സമയബന്ധിതമായ ഒരു ടൈംലി മാനറിൽ തന്നെ പേഷ്യൻസിനെ എന്താണ് കൺസൾട്ട് ചെയ്യാനും ഒരു വളരെ പങ്ക്ച്വാലിറ്റി പേഷ്യൻസിനോട് ഒരു പ്രാക്ടീഷണർ കാണിക്കുന്നതിലൂടെ പേഷ്യൻസിന്റെ ആ ഒരു ബിസി ഷെഡ്യൂളിനെ റെസ്പെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ബി പങ്ക്ച്വൽ. മനസ്സിലായോ? ഓക്കെ, ശരി. നെക്സ്റ്റ് സെറ്റ് എക്സ്പെക്ടേഷൻ. ഇനി അടുത്തത് പ്രതീക്ഷകൾക്കനുസരിച്ച് സജ്ജമാകുക എന്നുള്ളത്. Health care providers can help set hopes by keeping all the information on their website, patient portal, and printer collateral up to date always. എപ്പോഴും ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ നമ്മുടെ പേഷ്യൻസ് ഒരുപാട് പ്രതീക്ഷകൾ ഒരു ഹോസ്പിറ്റലിനെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റ് ചെയ്യാറുണ്ട്, ഇല്ലേ? നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാ പോകുന്നത്, അല്ലെ? അത് എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ആ ഒരു പ്രതീക്ഷകൾ വെക്കുന്നത്? അതായത് ഇപ്പൊ നമ്മൾ വെബ്സൈറ്റുകളിലൂടെ ഹോസ്പിറ്റലിനെ പറ്റിയൊക്കെ കാണാറില്ലേ? ഇപ്പൊ വെബ്സൈറ്റുകളിലൂടെ ഒക്കെ ഹോസ്പിറ്റലിലെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്, അല്ലെ? അപ്പൊ അവിടെ അവർ ചെയ്തിരിക്കുന്ന വർക്കുകളെ കുറിച്ചും അവിടുത്തെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചും അവർ കൊടുക്കുന്ന സർവീസുകളെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാറില്ലേ?
പേഷ്യൻസിന് പോർട്ടലുകളുണ്ട്, പേഷ്യന്റ് പോർട്ടലുകളിലൂടെയും പ്രിന്റഡ് ആയിട്ടുള്ള നോട്ടീസ് പോലെയുള്ള മറ്റു കൊളാട്രൽ പ്രിന്റഡ് നോട്ടുകളിലൂടെയും ഒക്കെ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒരു പേഷ്യന്റ് മനസ്സിലാക്കാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെ അപ് ടു ഡേറ്റ് ആക്കിയില്ലെങ്കിൽ പേഷ്യൻസ് എപ്പോഴും ഇത്തരം കാര്യങ്ങളുടെ ബേസിസിൽ ഒരു അറിവ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ആ ഹോസ്പിറ്റലിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാവാം, അപ്പൊ അതിനനുസരിച്ചുള്ള കെയർ എനിക്ക് കിട്ടുമായിരിക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ പേഷ്യൻസ് വരുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് ആൻ FAQ സെക്ഷൻ. FAQ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലേ? ഈ ഗൂഗിളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട്? കണ്ടിട്ടുണ്ടോ? ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ FAQs എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ല? അതിന്റെ ഓഡിയൻസ് അല്ലെങ്കിൽ അവർ ഫ്രീക്വന്റ്ലി ആസ്ക് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് അതിൽ വരിക ആ ഒരു സെക്ഷനിൽ കേട്ടോ. സോ അത്തരത്തില് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് പേഷ്യൻസോ അല്ലെങ്കിൽ അവരുടെ വിസിറ്റേഴ്സ് അവർ ഫ്രീക്വന്റ്ലി ആസ്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പൊ പ്രിന്റഡ് ആയിട്ടായിക്കോട്ടെ, ഡിജിറ്റൽ മെറ്റീരിയൽ ആയിട്ടായിക്കോട്ടെ, ഇതെല്ലാത്തിലൂടെയും നമുക്ക് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ഹൗ ടു റീഫിൽ പ്രിസ്ക്രിപ്ഷൻ, receive care after hours, unscheduled appointment also play a vital role in aligning patient hope with their experience. അപ്പൊ ഇങ്ങനെ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അത് പ്രിന്റഡ് ആയിട്ടുള്ള നോട്ടിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഡിജിറ്റൽ മെറ്റീരിയലിലൂടെ നമുക്ക് കിട്ടുമ്പോൾ അവിടെ നമുക്ക് ആ ഒരു പ്രിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, പേഷ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സാധാരണ റെഗുലർ ആയിട്ടുള്ള കൺസൾട്ടേഷൻ അവർ കൂടാതെ നമുക്ക് 24 hours കാഷ്വാലിറ്റി സർവീസുകളും കാര്യങ്ങളും എമർജൻസി സർവീസുകളും ഉണ്ട് അല്ലെ. അതുമായി ബന്ധപ്പെട്ട് ഫ്രീക്വന്റ്ലി പേഷ്യൻസ് ആസ്ക് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോയിന്റ്മെന്റിൽ ഷെഡ്യൂൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പേഷ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ആൻസേഴ്സും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഇതിലൂടെയൊക്കെ നമുക്ക് പേഷ്യൻസിന്റെ പ്രതീക്ഷകൾ എന്താണ്, ഈ സ്ഥാപനത്തെ ബേസ് ചെയ്ത് പേഷ്യൻസിന്റെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഹോപ്സ് എന്താണെന്ന് മനസ്സിലാക്കാനും അവരുടെ എക്സ്പീരിയൻസ് മികച്ചതാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ പേഷ്യൻസ് എപ്പോഴും പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവരുടെ വെബ്സൈറ്റ്, പേഷ്യന്റ് പോർട്ടലുകള്, പ്രിന്റഡ് കൊളാട്രൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നിലനിർത്തുക. അതിലൂടെ അതുപോലെ തന്നെ വരുന്ന ഓരോ പേഷ്യൻസും ആ പ്രതീക്ഷകൾക്കനുസരിച്ച് വരുമ്പോൾ അവർ ചോദിക്കുന്ന ഫ്രീക്വന്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെ പ്രിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട അവരുടെ ഡൗട്ടുകളും കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ 24 hours എമർജൻസി സർവീസുകളുമായി ബന്ധപ്പെട്ടും റെഗുലർ കൺസൾട്ടേഷൻ ടൈം അല്ലാതെയുള്ള, അതിന് ചിലർ ചോദിക്കാറുണ്ടാവും ചില ഹോസ്പിറ്റലില് റെഗുലർ കൺസൾട്ടേഷൻ ടൈം അല്ലാതെയുള്ള സർവീസുകളുണ്ടോ, 24 hours സർവീസുകളുണ്ടോ അല്ലെ ചോദിക്കാറുണ്ട്. ചില ഹോസ്പിറ്റൽ അങ്ങനെയുള്ള സർവീസുകൾ ക്ലിനിക് പോലെയുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ ഉണ്ടാവാറില്ല, അല്ലെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അങ്ങനെയുള്ളതുണ്ടോ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടും നമുക്ക് അവിടെ പേഷ്യൻസിന്റെ ഹോപ്സ് അല്ലെങ്കിൽ പ്രതീക്ഷകൾ എന്താണെന്ന് കൃത്യമായിട്ട് വിന്യസിപ്പിക്കാനും അതിനനുസരിച്ച് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് കൊടുക്കാനും ഇവിടെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് നിലനിർത്തുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. സോ അതിനനുസരിച്ച് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മികച്ചതാക്കുന്നതിന് വേണ്ടി അവരെന്ത് പ്രതീക്ഷിക്കുന്നോ അതിനനുസരിച്ചുള്ള സർവീസുകൾ കൊടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? സെറ്റ് എക്സ്പെക്ടേഷൻസ് എന്താന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഗോ ഡിജിറ്റൽ. എന്ത് ചെയ്യാം? ഗോ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിജിറ്റലൈസ്ഡ് ആവാം അല്ലെ. ഹോസ്പിറ്റൽ ക്യാൻ ഡു ജസ്റ്റ് അബൌട്ട് എനിത്തിങ് വിത്ത് എ ഫ്യൂ ടാപ്സ് ഓൺ അവർ ഫോൺ. ഫ്രം പേയിങ് അവർ ബിൽസ് ടു ബുക്കിംഗ് എ വെക്കേഷൻ അല്ല കേട്ടോ, വാക്സിനേഷൻ ആണേ. അപ്പൊ നമുക്കിപ്പോ എല്ലാം എന്താണ്, ഫോണിലെ ഒരു ടാപ്പിൽ കൂടെ തന്നെ നമുക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ടോ? ഡിജിറ്റലൈസ്ഡ് ആയില്ലേ എല്ലാം? ചെയ്യാൻ പറ്റുന്നില്ലേ? ചെയ്യാറുണ്ടോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തത്? ചെയ്യാറില്ലേ? ഒരു ഫോണിലെ ഒരു ടാപ്പിലൂടെ അല്ലെങ്കിൽ ഒരു ടാപ്പ് അല്ലെങ്കിൽ ഫോണിൽ ടച്ച് ചെയ്ത് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് ഹോസ്പിറ്റലിലെ ബില്ല് പേയ്മെന്റ്, അതുപോലെ വാക്സിൻ ബുക്ക് ചെയ്യാം, എന്താണ് അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്യാം, ഫോളോ അപ്പ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ഡിജിറ്റലൈസ്ഡ് ആണ് അല്ലെ. സോ digitizing your practice can generate proficiency for your staff and patient that make better everyone experience. ഇങ്ങനെ ഡിജിറ്റലൈസ് ആയതോടുകൂടി അവിടെ അത് ഉപയോഗിക്കുന്ന പേഷ്യൻസിലാണെങ്കിലും അവിടുത്തെ സ്റ്റാഫുകളുടെ ആണെങ്കിലും അതിലുള്ള ഒരു അറിവ് വർദ്ധിച്ചില്ലേ? നമുക്ക് ആദ്യം ഇത് ചെയ്യാൻ അറിയുമായിരുന്നോ? ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തു, ശരിയായില്ല, പിന്നെയും ചെയ്തല്ലേ നമ്മൾ അത് പഠിച്ചത് അല്ലേ?
മറ്റു പ്രാവശ്യം ചെയ്തിട്ടാണോ നിങ്ങൾ പഠിച്ചേ? അല്ല, നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തപ്പോ അതൊന്ന് ഫെമിലിയർ ആയി കഴിഞ്ഞപ്പോ ഇപ്പൊ നമുക്കത് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നില്ലേ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? അതിനനുസരിച്ച് അവരുടെ ആ ഒരു നോളജ് ആ ഒരു മേഖലയിൽ വർദ്ധിപ്പിക്കാനും നല്ലൊരു എക്സ്പീരിയൻസ് അതിലൂടെ അവർക്ക് കിട്ടാനും സാധിക്കുന്നുണ്ട് അല്ലെ? സോ ദ റൈറ്റ് സോഫ്റ്റ്വെയർ allowed to digitize every step of the patient journey from booking an appointment to paying their deductibles എന്ന് പറഞ്ഞ ബില്ലുകൾ. അപ്പൊ ഇവിടെ ഒരു ശരിയായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആ ഒരു ഡിജിറ്റലൈസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഒരു ശരിയായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡിജിറ്റലൈസ് ചെയ്താൽ ആ പേഷ്യൻസിന്റെ ആ ഒരു ഹോസ്പിറ്റലിലെ ജേർണി, ആ ഒരു യാത്ര വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നത് മുതൽ അവസാനത്തെ ബിൽ പേയ്മെന്റ് വരെയും വളരെ എളുപ്പത്തിൽ അനായാസമായിട്ട് ചെയ്തെടുക്കാനും നല്ലൊരു എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഗോ ഡിജിറ്റൽ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് ഡിക്രീസ് വെയിറ്റ്. വെയിറ്റ് ടൈമുകൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് പേഷ്യൻസ് സ്പെൻഡ് ഇൻ വെയിറ്റിംഗ് റൂം. വെയിറ്റിംഗ് റൂമിലൊക്കെ ഒരുപാട് സമയം പേഷ്യൻസിന് എന്ത് ചെയ്യരുത്? വെയിറ്റ് ചെയ്തിരിക്കാതെ ആ ഒരു എമൗണ്ട് ഓഫ് ടൈം എന്ത് ചെയ്യുക? മാക്സിമം കുറയ്ക്കുക എന്നതാണ് അടുത്തത്. Plan to get rid of time spent traveling to and from appointment, removing stress and attendance barriers for any patient. അപ്പൊ ഇവിടെ ആദ്യം അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. അതായത് ഒരുപാട് സമയം എന്ത് ചെയ്യാം? ചിലപ്പോൾ ട്രാവൽ ചെയ്തായിരിക്കും അവർ വരുന്നത്. സോ അവരുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവർക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ട് സ്ട്രെസ് വരും അല്ലെ? നമുക്കാണെങ്കിലും ദേഷ്യം, വിഷമോ ബുദ്ധിമുട്ടുകളൊക്കെ വരില്ലേ? സോ അത്തരത്തിൽ പേഷ്യൻസിന്റെ ആ ഒരു തടസ്സങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള അപ്പോയിന്റ്മെന്റ് പ്ലാനുകൾ തയ്യാറാക്കുക. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സമയവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആ സമയത്തിനനുസരിച്ച് വന്നാൽ മതി. ഇപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുമ്പോൾ അവർ പറയാറില്ലേ, ഇത്ര നമ്പർ ടോക്കൺ ആണ് നിങ്ങളുടെ, അപ്പൊ ഇന്ന സമയമാകുമ്പോഴേക്കും എത്തിയാൽ മതി, പറയാറില്ലേ? പറയാറുണ്ടോ? അപ്പോയിന്റ്മെന്റ് നമ്മൾ വിളിച്ച് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്യുമ്പോഴും ആ സമയം നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെയാകുമ്പോൾ പേഷ്യൻസിന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല അല്ലെ? ഹോസ്പിറ്റലിൽ ഒരുപാട് തിരക്കും വരുന്നില്ല. അപ്പൊ ആ സമയമാകുമ്പോഴേക്കും നമ്മൾ ചെയ്താൽ നമ്മുടെ ടോക്കൺ അനുസരിച്ച് നമുക്ക് എളുപ്പത്തിൽ കയറാൻ പറ്റില്ലേ? സോ അതുപോലെ പേഷ്യൻസിന്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പേഷ്യന്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകളാണെങ്കിലും ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ലോങ് വെയിറ്റ്. ചില സമയത്ത് ഒരുപാട് പേഷ്യൻസ് ഒക്കെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ആ ഒരു പേപ്പർ വർക്ക് ചെയ്യാനൊക്കെ എടുക്കാറില്ലേ? ക്യൂ നിന്ന് ഒരുപാട് സമയം നമ്മൾ ക്യൂ നിന്നായിരിക്കും നമുക്ക് ആ ഒരു രജിസ്ട്രേഷൻ ഫോം കിട്ടുന്നതും അത് ഫില്ല് ചെയ്ത് കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്യുന്നതും ഇല്ലേ? ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരുപാട് സമയം ലോങ് വെയിറ്റിംഗ് ടൈം നിൽക്കാറുണ്ടല്ലോ. സോ ഹോസ്പിറ്റൽ ക്യാൻ യൂസ് എ സെക്യൂർ ആയിട്ടുള്ള സുരക്ഷിതമായ ഒരു ഓൺലൈൻ പ്രോഗ്രാം ഇതിനു വേണ്ടി സെറ്റ് ചെയ്യുക. ടു ലെറ്റ് ദ പേഷ്യന്റ് complete and submit their registration paperwork before their appointment, further deducting time spent in the waiting room. എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യമാണ് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്രോഗ്രാം എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക ഇതിനു വേണ്ടി. അതിലൂടെ അവർക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ ആ ഒരു രജിസ്ട്രേഷൻ ഫോമും അതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകളൊക്കെ പൂർത്തിയാക്കാനും അത് സബ്മിറ്റ് ചെയ്യാനും എളുപ്പത്തിൽ സാധിക്കുന്ന രീതിയിൽ, അതിലൂടെ അവർക്ക് ആ ഒരു വെയിറ്റിംഗ് ടൈമിനെ ഒരു പരിധി വരെയും കുറയ്ക്കാനും സാധിക്കുന്ന രീതിയിലുള്ള ഓൺലൈൻ പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു പേഷ്യൻസിന്റെ മറ്റ് വെയിറ്റിംഗ് ടൈം എന്ത് ചെയ്യുക? ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ അതിന്റെ ആ ഒരു വെയിറ്റിംഗ് ടൈം കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രാക്ടീസുകൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക എന്നതാണ് ഡിക്രീസ് വെയിറ്റ് ടൈംസിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഡിക്രീസ് വെയിറ്റ് ടൈംസ് മനസ്സിലായോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ. പേഷ്യൻസിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിചരണം നൽകുക. നോക്കിയേ, പേഷ്യന്റ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഷുഡ് ബി അറ്റ് കോർ ഓഫ് എവറിത്തിങ് ദ ഹോസ്പിറ്റൽ ആൻഡ് ദ സ്റ്റാഫ് ഡു. അപ്പൊ ഏതൊരു ഹോസ്പിറ്റലും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളും ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെയും പ്രധാന കോർ അല്ലെങ്കിൽ ഒരു കാതൽ എന്ന് പറയുന്നത് ആ പേഷ്യൻസിന്റെ ഹെൽത്തും വെൽബീയിങ് തന്നെയാണ് അല്ലെ? ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അവിടുത്തെ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന എന്ത് കാര്യവും എന്തിലേക്ക് നയിക്കുന്നതായിരിക്കണം? അല്ലെങ്കിൽ എന്താണ് അതിന്റെ മൂല കാരണം എന്ന് പറയുന്നത്? അവിടെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്നതല്ലേ? അല്ലേ? ആ ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും എന്ത് കാര്യം ചെയ്യുന്നതും അല്ലെ?
Then patient focused care consider the patient's values and individual preferences as well as their health requirement. അപ്പൊ എപ്പോഴും ഒരു പേഷ്യൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള, പേഷ്യൻസിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പരിചരണമായിരിക്കണം നമ്മൾ എപ്പോഴും നൽകേണ്ടത്. അങ്ങനെ പേഷ്യന്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള പരിചരണം നൽകുക എന്ന് ഉദ്ദേശിക്കുന്നത്, പേഷ്യൻസിനെ ഫോക്കസ് ചെയ്തുള്ള പരിചരണം നൽകുക എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ വാല്യൂസ് ആൻഡ് ഇൻഡിവിജ്വൽ പ്രിഫറൻസസ്, അവരുടെ വ്യക്തിപരമായിട്ട് അവരുടെ മൂല്യങ്ങൾ മനസ്സിലാക്കുക, അവരുടെ വാല്യൂസ് മനസ്സിലാക്കുകയും അവർക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു മുൻഗണന നൽകുകയും അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യകതകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ഒരു കെയർ അവർക്ക് കൊടുക്കുകയും ചെയ്യുക. Then education and technological update that streamline their experience, donate to patient focused care, eventually improving the patient experience and the patient satisfaction score. അതുപോലെ തന്നെ അവർക്ക് കൃത്യമായ എഡ്യൂക്കേഷൻസ് നൽകുക, ടെക്നോളജിക്കൽ അപ്ഡേറ്റുകൾ, അപ്പൊ പുതിയ പുതിയ ടെക്നോളജി ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് അറിയാൻ പാടില്ലാത്ത ആളുകൾ ഉണ്ടാവും അല്ലെ. സോ അവർക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും എഡ്യൂക്കേഷൻസും ടെക്നോളജിയുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസും ഒക്കെ നവീകരണങ്ങളും ഒരു അപ്ഡേഷൻസും അവർക്ക് കൊടുക്കുക. അതിലൂടെ പേഷ്യന്റിനെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പരിചരണത്തിലൂടെ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊണ്ടുവരാനും ഇവൻച്വലി ഇംപ്രൂവിംഗ് ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് ആൻഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ, അതിലൂടെ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മെച്ചപ്പെടുത്താൻ പറ്റും, പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മികച്ചതാക്കാൻ പറ്റും, അതിലൂടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോറും നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിചരണങ്ങൾ വികസിപ്പിക്കുക അല്ലെങ്കിൽ നൽകുക. അതിനു വേണ്ടിയിട്ട് പേഷ്യന്റ് ആണ് എപ്പോഴും, ഒരു പേഷ്യൻസ് ആണ് നമ്മുടെ ഏറ്റവും പ്രിഫറൻസ് അല്ലെങ്കിൽ ഏറ്റവും മുൻഗണന കൊടുക്കുന്ന വിഭാഗം എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അവിടുത്തെ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അവർ എന്ത് കാര്യം ചെയ്താലും അതിന്റെ കോർ പാർട്ട് അല്ലെങ്കിൽ കാതൽ എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ ആരോഗ്യവും ക്ഷേമവും തന്നെയാണ്. അപ്പൊ ഓരോ പേഷ്യൻസിനും അവരെ കേന്ദ്രീകരിച്ച് അവരുടെ വാല്യൂസ് എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ ഇൻഡിവിജ്വൽ പ്രിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യകതകൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതെല്ലാം മനസ്സിലാക്കി അവർക്ക് അതിനനുസരിച്ചുള്ള ഫോക്കസ്ഡ് കെയർ കൊടുക്കുക എന്നതാണ് ഇതിലൂടെ പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർക്ക് കൃത്യമായ എഡ്യൂക്കേഷൻസ് നൽകുക, ടെക്നിക്കൽ പരമായിട്ടുള്ള അപ്ഡേഷൻസ് നൽകുക, നല്ലൊരു എക്സ്പീരിയൻസ് അവരിൽ ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ നമുക്ക് ആ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ സ്കോറും വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ. ഓക്കെ, then നെക്സ്റ്റ് വൺ ആണ് എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. എന്താണ്? ആജീവനാന്തമായിട്ടുള്ള ഒരു ലൈഫ് ലോങ് ലേണിംഗ്, ഒരു പഠനം പ്രോത്സാഹിപ്പിക്കുക. നോക്കിയേ, ഹെൽത്ത് കെയർ പ്രാക്ടീസസ് ആൻഡ് സിസ്റ്റം ആർ കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ്. ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ എന്ന് പറയുന്ന അവിടുത്തെ സംവിധാനങ്ങളായിക്കോട്ടെ, രീതികളായിക്കോട്ടെ, തുടർച്ചയായിട്ടൊരു വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ് അല്ലെ. ഇപ്പൊ നമ്മള് ഒരു വർഷം മുൻപ് പോയ ഹോസ്പിറ്റലിലെ സെറ്റിംഗ്സും കാര്യങ്ങളും അവിടുത്തെ രീതികളും ആണോ അതിനുശേഷം ഇപ്പൊ പോകുമ്പോ? ആണോ? അല്ല, പതിവായിട്ട് അവിടെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അവരുപയോഗിക്കുന്ന പ്രാക്ടീസ് രീതികളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, അവിടെയുള്ള സംവിധാനങ്ങളിൽ മാറ്റം വരുന്നില്ലേ? അത് കണ്ടിന്യൂവലി ഇവോൾവിംഗ് ആണ്. എന്താണ്? തുടർച്ചയായിട്ട് അതല്ലെങ്കിൽ എന്താണ്? തുടർച്ചയായിട്ട് അവിടെ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. So to keep pace, healthcare professionals require access to vast continuing education courses that expand their knowledge base and improve their ability to provide high quality care. So ഇങ്ങനെ തുടർച്ചയായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, വികസനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു വേഗതയിൽ നീങ്ങാൻ അല്ലെങ്കിൽ ആ ഒരു വേഗത നിലനിർത്തുന്ന ഒരു മേഖല, ആ ഒരു മൂവിംഗ് ആയിട്ടുള്ള ഒരു ചേഞ്ചിങ് എൻവയോൺമെന്റിൽ നമ്മൾ നിലനിർത്തണം എങ്കിൽ, നല്ല രീതിയിൽ അവിടെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ആവശ്യമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള എഡ്യൂക്കേഷൻ കോഴ്സുകൾ അവർക്ക് ലഭ്യമാക്കി നൽകണം. വേണ്ടേ? ഇപ്പൊ ഒരു ഡോക്ടർ ആണെങ്കിലും അവര് പഠിച്ചിറങ്ങിയ സമയത്തുള്ള കാര്യങ്ങളാണോ പിന്നീട് വരുന്നത്? ആണോ? ആ രീതികൾ തന്നെയായിരിക്കോ വർഷങ്ങൾക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നേ? ആയിരിക്കോ? അല്ല, അതിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലെ. മെഡിസിൻസിൽ മാറ്റങ്ങൾ വരുന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള ടെക്നോളജിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ. അവിടെ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ അവിടെ എപ്പോഴും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടാവണം വേണേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ കോഴ്സുകൾ കൃത്യമായിട്ട് തുടർച്ചയായിട്ട് അവർക്ക് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് നൽകണം.
അതിലൂടെ അവർക്ക് ആ ഒരു നോളജ് നല്ല രീതിയിൽ അതിനെക്കുറിച്ചുള്ള അറിവുകൾ ബേസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഹൈ ക്വാളിറ്റി കെയർ വരുന്ന പേഷ്യൻസിന് ഒരു ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കാനുമുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. വിത്ത് ദ റൈറ്റ് സ്കിൽ സെറ്റ് പ്രാക്ടീഷണർ ക്യാൻ ഹെൽപ്പ് ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ. ഇങ്ങനെ ശരിയായ സ്കില്ലുകൾ അല്ലെങ്കിൽ ഒരു പ്രാവീണ്യം അല്ലെങ്കിൽ ഒരു വൈദഗ്ധ്യം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കഴിവ് സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പേഷ്യൻസിന് എന്ത് ചെയ്യാം, സാറ്റിസ്ഫാക്ഷൻ മികച്ചതാക്കാനും അതിലൂടെ ആ ഒരു മികച്ച സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിപ്പിക്കാനും നമുക്ക് സാധ്യമാണ്. അപ്പൊ എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറഞ്ഞാല് ഒരു ആജീവനാന്ത പഠനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഓരോ ഹെൽത്ത് കെയർ പ്രാക്ടീസസ് ആണെങ്കിലും അവിടുത്തെ സിസ്റ്റംസ് ആണെങ്കിലും കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ് ആണ്, തുടർച്ചയായിട്ട് വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിനനുസരിച്ച് നിലനിർത്തണമെങ്കിൽ അവിടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ആവശ്യമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കോഴ്സുകൾ കൊടുക്കുകയും അതിലൂടെ അവർക്ക് ആ ഒരു മേഖലയില് നോളജും സ്കില്ലും എബിലിറ്റിയും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. അതിലൂടെ പേഷ്യൻസിന് വലിയ ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കാനും അത്തരം സ്കില്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനും നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാനും പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. അതാണ് എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ഇപ്പൊ ഇവിടെ പറയും വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ മിസ് പറഞ്ഞു തരാം കേട്ടോ. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഭാഗം വരെ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇത്രയും നമ്മൾ പറഞ്ഞത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മികച്ചതാക്കുന്നതിന് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് രീതികളാണ്.
അതിൽ ഡെവലപ്പ് റാപ്പോർഡ് പറഞ്ഞു നല്ലൊരു വ്യക്തിപരമായ ഒരു ബന്ധം പേഷ്യൻസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അത് പ്രാക്ടീഷണർ ആണ് ചെയ്യേണ്ടത്. അവരുമായിട്ട് കുറച്ച് സമയം എൻഗേജ്ഡ് ആയി നിന്ന് അവരിലുള്ള ഭയവും കാര്യങ്ങളും ഒക്കെ മാറ്റി ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം അവരിൽ ഉണ്ടാക്കിയെടുക്കുക. മേക്ക് ഇറ്റ് പേഴ്സണൽ എന്ന് പറഞ്ഞ വ്യക്തിഗതമാവുക. അവരോട് ലിസൺ വിത്ത് ദെയർ ഐസ്, അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കുക. അവർക്കൊരു ഒരു ഡെഡിക്കേഷൻ, ആ ഒരു ഡെഡിക്കേഷനോട് കൂടി തന്നെ അവരോട് കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എഡ്യൂക്കേറ്റ് ദി പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു പേടിയൊക്കെ മാറ്റാൻ വേണ്ടി നോൺ മെഡിക്കൽ ലാംഗ്വേജുകൾ ഉപയോഗിച്ച് അവരോടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും കമ്മ്യൂണിക്കേഷൻ നടത്തുകയും അതിലൂടെ ഹെൽത്ത് കണ്ടീഷൻ അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാനും അവർക്ക് അതുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് മെച്ചുവറായിട്ട് പെരുമാറാനായിട്ടുള്ള രീതിയിലേക്ക് മാറ്റുക. എൻഷുർ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വൃത്തി അല്ലെ, ആ ഒരു ശുചിത്വവും വൃത്തിയൊക്കെ ഉറപ്പുവരുത്തുക ഹോസ്പിറ്റലിൽ. അതുപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് സിസ്റ്റം, കാലഹരണപ്പെട്ട സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ നവീകരിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ പങ്ക്ച്വൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും പേഷ്യൻസുമായിട്ട് ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ പേഷ്യൻസുമായിട്ട് ടൈംലി മാനർ തന്നെ അവർ കൺസൾട്ടേഷനും കാര്യങ്ങളും ചെയ്യാം. പങ്ക്ച്വാലിറ്റി പ്രാക്ടീഷണർ എന്ത് ചെയ്യുക, എപ്പോഴും എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ദെൻ സെറ്റ് എക്സ്പെക്ടേഷൻ പറഞ്ഞാൽ അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ സജ്ജീകരിക്കുകയും അവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചുള്ള രീതിയിലുള്ള സർവീസുകളും കെയറുകളും ട്രീറ്റ്മെന്റുകളും കൊടുക്കുകയും ചെയ്യുക. ഡിജിറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുക. പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റുകളായിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം നമുക്ക് ചെയ്യാൻ ഡിജിറ്റലൈസ് ചെയ്യുകയും അതിലൂടെ നമ്മുടെ നോളജ് ആണെങ്കിലും നമ്മുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ ആ ഒരു ടൈം ആണെങ്കിലും ഒക്കെ വളരെ എളുപ്പത്തിൽ കുറയ്ക്കാൻ വേണ്ടി പറ്റും. വെയിറ്റിംഗ് ടൈം ഡിക്രീസ് ചെയ്യുക. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി സെക്യൂർ ആയിട്ടുള്ള ഓൺലൈൻ പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്യും. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടും കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ടൈം മാക്സിമം വളരെ അധികം കുറച്ചുകൊണ്ട് പേഷ്യൻസിന് കാര്യങ്ങൾക്ക് കുറയ്ക്കുക. പേഷ്യൻസിന് ഫോക്കസ്ഡ് ആയിട്ടുള്ള കെയറുകൾ കൊടുക്കുക. അതിലൂടെ അവരുടെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുക. അതുപോലെ എൻകറേജിംഗ് ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹെൽത്ത് കെയർ പ്രാക്ടീഷണേഴ്സിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കോഴ്സുകൾ ലഭ്യമാക്കുകയും അതിലൂടെ അവരുടെ നോളജ് സ്കില്ലൊക്കെ അവരുടെ മേഖലയിൽ വർദ്ധിപ്പിക്കുകയും പേഷ്യൻസിന് ഹൈ ക്വാളിറ്റി കെയർ കൊടുത്തുകൊണ്ട് അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷനും എക്സ്പീരിയൻസും ഒക്കെ മികച്ചതാക്കാനും ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഈ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കൂടി കംപ്ലീറ്റ് ആയി. അപ്പൊ നിങ്ങളുടെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നും കൂടി നിങ്ങളുടെ ക്ലാസ്സുകളുള്ളൂ. അത് ഓൾറെഡി ടീച്ചേഴ്സ് പറഞ്ഞു കാണുമല്ലോ അല്ലെ? പറഞ്ഞില്ലേ ലാസ്റ്റ് ക്ലാസ് ആണെന്നുള്ളത്? ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്റ്റഡി ലീവും കാര്യങ്ങളും ആയിരിക്കും. ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഓൺലൈൻ ഇൻഫർമേഷൻസ് ഒഫീഷ്യലായിട്ട് അറിയിക്കും കേട്ടോ. എന്നാണ് എക്സാം എന്നുള്ളതും അതിന്റെ ടൈം ടേബിളും കാര്യങ്ങളും ഒഫീഷ്യലായിട്ട് അറിയിക്കും. അപ്പൊ അതിനനുസരിച്ച് നന്നായിട്ട് എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോ ഞാൻ കുറച്ച് നാളെ നിങ്ങളുടെ ക്ലാസ്സുകളിൽ എടുത്തിട്ടുള്ളൂ. ട്രിസ മാം ഇല്ലാത്ത ആ ഒരു സമയത്താണ്, ലീവായ സമയത്താണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ കുറച്ച് നാളാണ് നമുക്ക് പരിചയമുള്ളൂ. എങ്കിൽ പോലും മാക്സിമം നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോ നല്ല രീതിയിൽ മിസ് എടുത്ത ഭാഗം മാത്രമല്ല എല്ലാ ടീച്ചേഴ്സിന്റെയും ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഇന്ന് മുതൽ തന്നെ, ഇപ്പൊ പഠിക്കാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. റിവിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. കിട്ടാത്ത ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ടീച്ചർ മാമിനോട് പറയാം കേട്ടോ, ആദേശം പറയാം കേട്ടോ. പറയാം, മാം എപ്പോഴും ലീവിൽ തന്നെയാണ്, വന്നിട്ടില്ല, തിരികെ കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം കേട്ടോ. അപ്പോ നിങ്ങള് കോൺവെക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വരില്ലേ എല്ലാരും? കോൺവെക്കേഷൻ ഉണ്ടാവും. അപ്പൊ അതിന് വരില്ലേ? ഓക്കെ, അപ്പൊ വരുമ്പോ നമുക്ക് നേരിട്ടൊക്കെ കാണാം, പരിചയപ്പെടാം. അപ്പൊ എല്ലാവരുടെയും ഫേസ് ഒന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. നിങ്ങൾ ജസ്റ്റ് പേരുകൾ മാത്രമേ ഉള്ളൂ. അതിൽ കുറെ പേരുടെ പേരൊക്കെ ആണെങ്കിലും താങ്ക് യു. അപ്പൊ താങ്ക് യു കേട്ടോ. നല്ല ക്ലാസ് ആണെന്ന് പറഞ്ഞാൽ താങ്ക് യു. അപ്പൊ ഇവിടെ നിങ്ങളുടെ പേരുകളും കാര്യങ്ങളും മാത്രമേ നമുക്ക് അറിയുള്ളൂ. ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു പേരും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഫീസും കാര്യങ്ങളും അല്ലെങ്കിൽ ആരെയും ഒന്നും കാണുന്നില്ല. ചിലരുടെ ആണെങ്കിലും പേരുകളാണെങ്കിലും ചിലപ്പോ മക്കളുടെ പേരായിരിക്കും ഇട്ടിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോ അവരുടെ പേജിന്റെ പേരായിരിക്കും ഇട്ടിരിക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് ആരെയും പേഴ്സണലായിട്ട് അറിയില്ല. ജസ്റ്റ് നിങ്ങൾ ഡെയിലി ചേർന്ന ആളുകളുടെ പേരുകൾ നമുക്ക് ഓർമ്മയിലുണ്ടാവും. പ്രൊഫൈലിൽ ഇട്ടിരിക്കുന്ന പേരുകളാണ് കേട്ടോ, അത് ഓർമ്മയിലുണ്ടാവും. അപ്പോ അന്ന് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംസാരിക്കുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യാനുള്ള അവസരം കിട്ടും. അതുപോലെ പി ജി നമ്മുടെ ക്ലാസ്സുകൾ പി ജി ഉണ്ട്. അപ്പോ താല്പര്യമുള്ളവരാണെങ്കിൽ പി ജിക്ക് ചേരുക കേട്ടോ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അതിനുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളും വരുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേരാറുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എക്സാം കഴിഞ്ഞ് നമ്മൾ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ നിർത്തിയിരിക്കരുത് കേട്ടോ. അപ്പൊ എപ്പോഴും നമുക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സിന് വന്നിരിക്കുന്നത് അല്ലെ?
മിക്ക ആളുകളും വീട്ടമ്മമാരായിട്ടുള്ളവരായിരിക്കും കൂടുതലും ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എപ്പോഴും നമ്മുടെ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതിൽ തന്നെ ഇനിയും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ തൊട്ടടുത്തുള്ള നമുക്ക് കുറച്ച് എഫേർട്ട് എടുത്താലല്ലേ, നമുക്ക് ബുദ്ധിമുട്ടിയാലേ നമുക്ക് എന്ത് കാര്യം നേടാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇത്രയും നമ്മൾ ബുദ്ധിമുട്ടി ഇത് പഠിച്ചു, നമ്മൾ ജയിച്ചു പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിന് ഒരു വിലയുണ്ട് അല്ലെ, വാലിഡിറ്റി ഉണ്ട്, വാല്യൂ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്വന്തമായിട്ടൊന്ന് അന്വേഷിച്ച് നമ്മുടെ തൊട്ട് പരിസരത്തുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളും വേക്കൻസിയോ കാര്യങ്ങളും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് പോവുകയും അന്വേഷിക്കുകയും വേക്കൻസി കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ സിവിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രമത്തില് എവിടെയെങ്കിലും ജോലിക്ക് കയറാൻ ശ്രമിക്കുക കേട്ടോ. ആദ്യമൊക്കെ ഒരുപാട് സാലറി കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. കാരണം ട്രെയിനിങ്സ് ആയിട്ടൊക്കെയാണ് മിക്ക സ്ഥാപനങ്ങളിലും നമ്മൾ ആദ്യം എടുക്കുന്നത്. കുറച്ച് ഒരു 3 മാസം 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ പെർമനന്റ് ആക്കാനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊസിഷനിലേക്കൊക്കെ മാറ്റാൻ പോകുന്നത്. അതൊക്കെ ഏതൊരു ജോലിക്കാണെങ്കിലും ബേസിക് ആയിട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ അങ്ങനെയാണ് അല്ലെ, ഈ ഒരു ജോലിയിലാണ് ഫ്രഷർ ആണ് നമ്മൾ. അപ്പൊ ഫ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ഇത്ര രൂപ വേണം എന്ന രീതിയിലൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ചെറിയ ശമ്പളമാണെങ്കിൽ കുറവാണെങ്കിൽ പോലും അവിടെ പോവാൻ ശ്രമിക്കാം. അപ്പൊ എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് ഒരിക്കലും വെറുതെ വീട്ടിലിരിക്കരുത്. ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെയെങ്കിലും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ പൊസിഷനിലേക്ക് എത്താൻ ശ്രമിക്കുക. അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊസിഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മളെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ കുട്ടികളാണല്ലോ, നമ്മൾ പഠിച്ച കുട്ടികളെല്ലാം ഇങ്ങനെ ജോലിയിലേക്ക് കയറി മാം ടീച്ചർ ഓരോ കുട്ടികൾ ഇങ്ങനെ ഓരോ ബാച്ചിൽ നമ്മളോട് പറയും. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ പഠിപ്പിച്ച കുട്ടികളാണ്, അപ്പൊ അവരിങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തും എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജോലി കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നന്നായിട്ട് നല്ല കുട്ടികളായിരുന്നു, നല്ല എന്താണ് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അത് ലാസ്റ്റ് വരെയും സാധാരണ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ആദ്യത്തെ 2 മോഡ്യൂൾ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും സാധാരണ എന്താണ് കുറെ പേര് എന്താണ് റെക്കോർഡ് ക്ലാസ്സുകളിലേക്ക് മാറാണ് പതിവ്. പക്ഷെ ഈ ക്ലാസ്സിൽ അധികം സ്ട്രെങ്ത് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു. റിപ്പീറ്റ് ചെയ്ത് കുറെ പേര് ഡെയിലി കയറുന്ന ആളുകളുമായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പരിശ്രമിക്കാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.